അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നല്ലൊരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ബിരിയാണി ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ച ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചിഞ്ചച്ചിലു മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ചിക്കനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നിർബന്ധമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം തൈരും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ചേർത്തതിന് ശേഷം ചിക്കൻ്റെ എല്ലാ സൈഡുക്കും മസാല എത്തക്ക വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കണ്ടില്ല, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ വെക്കാം കേട്ടോ. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെ ഒരു കടായി അടുപ്പിൽ വെച്ചാണ് തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത് കേട്ടോ. അങ്ങനെ കഴിഞ്ഞാൽ ചിക്കൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല, പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ചിക്കൻ മസാല ചേർത്ത് വെച്ചതിൽ കുറച്ച് മസാല ബാക്കിയുണ്ട് കേട്ടോ, അതൊരു സൈഡൊക്കെ മാറ്റി വെക്കാം. നമുക്കിത് ചോറിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ജോക്കറിൻ്റെ 1 കിലോ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം തവിടെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, 3 ബേ ലീഫ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് കൊണ്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു 3 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ചിക്കൻ്റെ ഒരു മാഗി ക്യൂബ്. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പോളം തൈരും ചേർത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ചിക്കനിലെ മസാല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 തണ്ട് വീതം മല്ലിയില കട്ട് ചെയ്തതും പുതിനയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലപ്പൊടികളേക്ക് ഒരു പച്ചച്ചോവ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 7.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച തവിടെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു തവി തവിടെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മളിതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ സ്റ്റീം കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത് കണ്ടില്ലേ, നമ്മൾ ചോറൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ സ്റ്റീൽ ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചാർക്കോളും കത്തിച്ചുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണോളം ഓയിൽ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മാത്രമേ ചിക്കൻ ടിക്ക ബിരിയാണീൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റീൽ ബൗളൊന്ന് മാറ്റി വെക്കാം. ഇനി അതുപോലെ തന്നെ ചിക്കനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉടയാത്ത രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതുപോലെ ഒരു ചെമ്പക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും 1 ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കനൊക്കെ ഇതിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ച ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും ഉണ്ടാക്കി കഴിച്ചോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ടിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.